കുട്ടികളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും പറയുന്ന ഒരു പരാതിയാണ് മൊബൈൽ അഡിക്ഷൻ എന്നുള്ളത് അല്ലേ. അതിൽ തന്നെ ഏറ്റവും ചെറിയ കുട്ടികൾ 3 വയസ്സിന് താഴെയുള്ള കുട്ടികളിലെ മൊബൈൽ ഉപയോഗം കാരണം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ള 1-2 കാര്യങ്ങളാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഈ നമുക്കറിയാം 2 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്ക് നോ സ്ക്രീൻ ടൈം എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുപോലെ 4 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾ വേണമെങ്കിൽ അരമണിക്കൂർ കാണിച്ചു കൊടുക്കാം, അത്രയേ ഉള്ളൂ റിസർച്ചിൽ വരെ പറയുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ അറിയാം ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ എത്ര സമയമാണ് സ്ക്രീനിന് മുന്നിലിരിക്കുന്നത് എന്നുള്ളത്. അത് നമ്മൾ തന്നെയാണ് അവരെ പഠിപ്പിക്കുന്നത് അല്ലേ. പ്രത്യേകിച്ചും പാരൻസ് ഭക്ഷണം കഴിക്കുമ്പോഴും അവരടങ്ങിയിരിക്കാൻ അല്ലേ, ഇതിനെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് എന്താണ്? ഈ സ്ക്രീനാണ്. മൊബൈലായിക്കോട്ടെ TV ആയിക്കോട്ടെ, അവർ സ്ക്രീനിലുള്ളൊരു ലോകമാണ് കാണുന്നത്. റിയൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. പ്രത്യേകിച്ചും ഇങ്ങനെ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ നിരന്തരം ഇത്തരം കാർട്ടൂൺ കാണുകയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മൊബൈൽ ഷോർട്സ് കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു വീഡിയോ കാണുമ്പോൾ അവരിൽ 2 സെൻസ് ഓർഗൻസിന് മാത്രമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അതായത് കണ്ണിനും ചെവിക്കും. ഈ ഒരു ഓവറാൾ ഡെവലപ്മെൻറ്റ് നടക്കേണ്ട ഈ ഒരു സമയത്ത് 2 സെൻസ് ഓർഗൻസ് മാത്രം കൂടുതൽ സ്റ്റിമുലേഷൻ സംഭവിക്കുകയും ബാക്കിയുള്ള 3 സെൻസ് ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റ്സിനെ ഇത് ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാദ്യം ബാധിക്കുന്നത് അവരുടെ ചിന്തയാണ്, നമ്മുടെ തോട്ട് പ്രോസസ്സിനെയാണ് ഇത് ബാധിക്കുന്നത്. അതായത് റിയൽ ആയിട്ടുള്ള കാര്യം ആ ഒരു മാജിക്കൽ വേൾഡിലുള്ളൊരു കാര്യം തമ്മിൽ വേർതിരിക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ നമുക്കറിയാം, അവർ നിരന്തരം കാണുന്ന അവരുടെ മുന്നിൽ കാണുന്ന ആ ഒരു കഥാപാത്രമായിട്ട് മാറാനാണ് അവർ ശ്രമിക്കുക. അത്തരം കാർട്ടൂണിലെ കഥാപാത്രങ്ങളായിട്ട് മാറും. ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് കണ്ട ഒരു കുട്ടിയിൽ നമുക്കറിയാം ബാലവീർ എന്ന് പറഞ്ഞ ഒരു കുട്ടികളുടെ ഒരു കാർട്ടൂൺ ഉണ്ട് അല്ലേ. അപ്പം ഈ ഒരു കാർട്ടൂണിലെ ദുഷ്ട കഥാപാത്രമാണ് ഈ കുട്ടീനെ ആകർഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടി എന്താ ചെയ്യുന്നത്? ഈ ദുഷ്ട കഥാപാത്രം ഇങ്ങോട്ട് ആവാഹിച്ചെടുത്ത് പിന്നീട് ആ ദുഷ്ട കഥാപാത്രം എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം വീട്ടുകാരോട് ചെയ്യാൻ തുടങ്ങുകയാണ്. ഞാൻ ദുഷ്ട കഥാപാത്രമാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞാൽ മുതിർന്നവരെല്ലാം ഉപദ്രവിക്കുന്നു, ചെറിയ കുട്ടികളായിട്ട് കൂട്ടുകൂടില്ല, പുറത്തുള്ള ആളുകളോട് സംസാരിക്കില്ല, ഒരുപാട് ഇമോഷണൽ പ്രോബ്ലംസ് ഒക്കെ ഈ കുട്ടിയിൽ കാണാൻ തുടങ്ങി. അതുപോലെ തന്നെ വേറൊരു കുട്ടിയിൽ നമ്മൾ കണ്ടത് ഇത്തരം നിരന്തരമായിട്ട് മൊബൈൽ കണ്ടതിന് ശേഷം 3-3.5 വയസ്സായപ്പോഴേക്കും ഈ കുട്ടിയിൽ തോട്ട് പ്രോസസ്സിനെ കംപ്ലീറ്റ് ഇത് ബാധിച്ചിരിക്കുകയാണ്. കാരണം ഓൾറെഡി ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടി കൂടി ആയതുകൊണ്ട് ഈ കുട്ടിക്ക് അറ്റൻഷൻ ഒട്ടും കിട്ടാതെയായി. അഥവാ എപ്പോഴെങ്കിലും അറ്റൻഷൻ കിട്ടുമ്പോൾ കുട്ടിയുടെ മൈൻഡിലേക്ക് പിടിച്ചെടുക്കുന്ന വാക്കുകളാണ് എല്ലായ്പ്പോഴും ഈ കുട്ടി സംസാരിക്കുക. നമ്മൾ എന്ത് ചോദിച്ചാലും ഈ കുട്ടി സംസാരിക്കുന്നത് എപ്പോഴെങ്കിലും പിടിച്ചെടുക്കുന്ന ആ വാക്കുകൾ മാത്രമാണ്. അതുപോലെ ഒട്ടും ഐ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല, ആരുടെയും മുഖത്ത് നോക്കിയിട്ടൊന്നും പോലും കുട്ടി സംസാരിക്കില്ല. മുഖത്ത് ഒരു സെക്കൻഡ് പോലും കുട്ടിക്ക് ഒരു സൈറ്റ് ഉറയ്ക്കാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ആ കുട്ടി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഓൾറെഡി ADHDക്കുള്ള കുട്ടിയാണെങ്കിൽ മൊബൈൽ അഡിക്ഷൻ കൊണ്ട് ഇത്തരത്തിൽ വളരെ വിഷ്വൽ ഓട്ടിസം എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ കുട്ടികൾ എത്തിച്ചേരുന്നത് കാണുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ചില കുട്ടികൾ അവർക്ക് ഇഷ്ടപ്പെട്ട ചില ആനിമൽസിനെ എന്തിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം നിരന്തരം അവർ ഇത്തരം ആനിമൽസിനെ അവർക്ക് ഇഷ്ടമുള്ള സാധനം മാത്രം കാണുകയും അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ഇവരുടെ മൈൻഡിലേക്ക് എടുക്കില്ല. അപ്പോൾ ഒരു പ്രത്യേക രീതിയിലേക്ക് മാത്രം ചിന്തയെ കൊണ്ടുപോകുന്നതും ഒരുപാട് അപകടത്തിൽ എത്തിക്കുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അഥവാ ഇനിയിപ്പോൾ മൊബൈലൊക്കെ കണ്ട് നമ്മുടെ കുട്ടികളിൽ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. അവരെ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള അവരുടെ ക്യാരക്ടേഴ്സൊക്കെ അവർ ആവാഹിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ ഒരു
നമ്മൾ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക അല്ലേ, മറ്റു കാര്യങ്ങളിലേക്ക്. അതായത് ഈ ഒരു കാര്യം മറക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണോ അവർ കൂടുതലായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നത് ആ കാര്യം പിന്നീട് അവരെ കാണിക്കാതിരിക്കുക, ഇതിൽ നിന്ന് അത് മറവിയിലേക്ക് കൊണ്ടുവരും. കാരണം കുട്ടികൾ പെട്ടെന്ന് ഓർക്കുകയും ചെയ്യും, എന്നാൽ കുറച്ച് ദിവസം കാണാതിരുന്നാൽ അവർ മറക്കുകയും ചെയ്യും. അതാണ് കുട്ടികളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. കാരണം അവർ അത്രമാത്രം അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് കുഞ്ഞു കുട്ടികൾ എന്ന് പറഞ്ഞത്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് അവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അവരെ ഏത് രീതിയിലേക്ക് നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമ്മളാണ് അവിടെ ശില്പികൾ, കുഞ്ഞുങ്ങളാണ് ശില്പങ്ങൾ. അപ്പോൾ ശില്പിക്ക് തീരുമാനിക്കാം ആ ശില്പത്തെ എങ്ങനെ ആക്കണം എന്നുള്ളത്. അപ്പോൾ അഥവാ നമ്മുടെ കുട്ടികൾ ഇത്തരത്തിൽ മൊബൈലൊക്കെ കണ്ട് ഇത്തരം സ്വഭാവ വൈകല്യങ്ങളൊക്കെ അവരിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പെട്ടെന്ന് തന്നെ അവരെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറ്റണം, എന്നിട്ട് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. കാരണം അതല്ലെങ്കിൽ ഒരുപാട് ഇത്തരം കുട്ടികൾ കാണുന്ന ഇമോഷണൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രമാത്രം പ്രശ്നങ്ങളാണ് ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ്. ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്ന പാരൻസിൻ്റെ റിയലായിട്ടുള്ള വിഷമങ്ങൾ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ 3 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്ക് മാക്സിമം നമ്മൾ മൊബൈൽ ഒഴിവാക്കുക. അഥവാ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അവരിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.